ഹായ് ഫ്രണ്ട്സ്, അച്ചിഞ്ചി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ശക്തി സ്റ്റാൻഡിലെത്തി. ഇന്നാണ് നമ്മുടെ തൃശ്ശൂര് വൻപൂരം നടക്കുന്നത്. വളരെ അല്ല നമുക്ക് അപ്പൊ എന്തായാലും ആ പരിപാടി കാണാൻ പോവാണ്. പരിപാടികൾ കാണാറുണ്ട്, നമ്മള് പരിപാടികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പൊ നമ്മൾ ശക്തനിലെത്തിയിട്ടുള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് അതെന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാം. എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ പോണതും ഒക്കെ കാണാൻ നല്ല രസമാണ്. പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ വണ്ടി നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ വണ്ടി ഇങ്ങനെ പതുക്കെയാണ് മൂവ് ചെയ്യണുള്ളൂ. കെട്ടിയനുണ്ട്. ഹായ് പറയും ചേട്ടാ, ഹായ് പറയും. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൗണ്ടിലേക്ക് നടക്കണം. അപ്പോൾ ശക്തിയിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ റൗണ്ടിലേക്ക് നടക്കുകയാണ്. നല്ല രസം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിനായാലും എന്ത് ഫംഗ്ഷൻ നടക്കണമെങ്കിലും ശക്തിയിൽ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും ഇങ്ങനെ നടക്കും. അപ്പോൾ വണ്ടികളൊന്നും ഉണ്ടാവില്ല ഇല്ലേ, അപ്പോൾ സുഖമായിട്ട് നടക്കാൻ പറ്റും. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ പൗരാവലിയും ചേർന്ന് തൃശ്ശൂർ നഗരത്തിലെ ക്രിസ്മസ് ദിനത്തിൽ, അതായത് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഡിസംബർ മാസത്തിൽ നടത്തുന്ന ക്രിസ്തുമസ് കരോളാണ് കേട്ടോ ബോൺ നത്താലെ. ബോൺ നത്താലെ എന്ന ഇറ്റാലിയൻ വാക്കാണ് മെറി ക്രിസ്മസ് എന്ന് അറിയപ്പെടുന്നത്. 2013 കേട്ടോ ഈ ബോൺ നത്താലെ ആരംഭിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അന്ന്. ഇതേപോലെ നമ്മുടെ പാപ്പാടെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കുറേ 10,000-കണക്കിന് പാപ്പകളുടെ പരിപാടിയാണ് കേട്ടോ ഇത്. കാണുമ്പോൾ കുറേ പാട്ടും ഇതൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഒരു ഓളം, ഒരു പ്രത്യേക രസം. കുപ്പായും പിന്നെ അതേപോലെ തൊപ്പിയും ധരിച്ചെത്തി. അതായത് 15,000-ഓളം പേരുണ്ടായിരുന്നു ഈ പ്രാവശ്യം. അതായത് വരിയായിട്ട് നൃത്തം ചെയ്തിട്ട് ഇങ്ങനെ ജനങ്ങളിങ്ങനെ ഓടിടും ആ പാട്ടുകൾക്കൊപ്പം. അപ്പോൾ അവരുടെ ഡാൻസ്, പിന്നെ അതായത് ബോൺ നത്താലെ മെറി ക്രിസ്മസ് എന്നാണ് ഇതിൻ്റെ ഒരു ഇത്. പുതുവർഷ ആഘോഷങ്ങൾക്ക് ഭാഗമായിട്ട് നമ്മൾ തൃശ്ശൂർ ഇങ്ങനെ 2013 പറഞ്ഞുല്ലോ. അത്രയും നല്ല രസമാണത് കാണാൻ. അപ്പോൾ പിന്നെ അതുപോലെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ വിശപ്പായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ ചൈനീസ് ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ അടിപൊളി അമേരിക്കൻ ചോപ്സും ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ കഴിച്ചത്. അതങ്ങ് എന്താ പറയുക, കുത്തി ഇളക്കി എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. എനിക്കിഷ്ടമാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ സൂം ചെയ്ത് ഇന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വിട്ടുപോയി. കാരണം എനിക്ക് ഈ അമേരിക്കൻ ചോപ്സ് ഇങ്ങനെ അമേരിക്കൻ ചിക്കനാണ് കേട്ടോ അതാ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൗതുകത്തോടു കൂടി ഇരുന്നങ്ങായിരുന്നു. പിന്നെ അറിയാലോ, ഈ ഹോട്ടലിന് നമ്മൾ മുൻപ് പോയിട്ടുണ്ട്, മീൻ പാലസ്. നമ്മളവിടെ പോയിട്ട് ഫ്രണ്ടിൻ്റെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ, നമ്മൾ ഏട്ടനും ഞാനും കൂടി പോയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര ഫേമസ് ഹോട്ടലാണ് മീൻ പാലസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയല്ലേ. പണ്ട് ഞങ്ങൾ ചേട്ടനും ചേച്ചിയും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അടിപൊളി ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ പറയാനില്ല, ഇവിടുത്തെ ടേസ്റ്റുകൾക്ക് വൺ ഹിറ്റാണല്ലോ, വൺ ഹിറ്റ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈം ജ്യൂസ് ഒന്നും കിട്ടില്ല കേട്ടോ. ഒത്തിരി വെള്ളം, ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ നമ്മൾ ബോട്ടിൽ വെള്ളം, അതല്ലാന്ന് വെച്ചാൽ നമ്മളെ കോക്ക് ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കഴിച്ചില്ല. അതൊന്നും വാങ്ങിച്ച് കോക്ക് ഐറ്റംസ് ഞങ്ങൾ പാടെ ഒഴിവാക്കിയ ടീമുകളാണ്. അപ്പം കുറച്ചൊക്കെ എനിക്ക് ഡ്രാഗൺ ചിക്കനൊക്കെ എടുത്തിട്ട് തരികയാണ് ഏട്ടൻ. ഈ ചുരിദാർ നമ്മുടെ ചേച്ചി തയ്ച്ചതാണ്. എൻ്റെ ചേച്ചി എന്ന് വെച്ചാൽ നമ്മുടെ വിലയാലിക്കലെ അംബിക ചേച്ചി തയ്ച്ച ചുരിദാറാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഒരു ചുമപ്പ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്, ഒരു ചുവപ്പ് കളറിലങ്ങ് തിളങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട്. എന്താണെന്ന് അറിയാം, ഞാൻ കൂടുതലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കും. എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ ഒന്നും സംസാരിക്കില്ല. അപ്പോൾ ആൾ ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് വല്ലപ്പോഴൊക്കെയാണ് ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക. അല്ലെങ്കിൽ ശരിക്കും അവാർഡ് പടം പോലെ ഞങ്ങൾ രണ്ടുപേരും വേഗം അവരവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് വേഗം കഴിച്ച്. എനിക്കിഷ്ടമാണ് സംസാരിച്ചുകൊണ്ടിരുന്ന വർത്തമാനമൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ വർത്തമാനം പറയരുത് എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെയുള്ള ആൾ അധികം സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ മാത്രമേ സംസാരിക്കുള്ളൂ. ചലബല അവിടുത്തെ വെള്ളം കുടിക്കാതെ കൊണ്ട് തന്നെ വെള്ളം അധികം കഴിച്ചില്ല. കാറിൽ വെള്ളം കുപ്പി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും ഇവിടുന്ന് വെള്ളം കുടിക്കാതെ കൊണ്ട് നല്ല ശോകമായിരുന്നു. ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിരുന്നു. പിന്നെ കാറ്റുകാലവും മഞ്ഞുകാലവും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച്. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ സ്വന്തം ടീ കടയിലേക്ക് എത്തി. വീഡിയോ ആണെന്നുള്ളത് മറന്നുപോയി. എന്നെ വീഡിയോ ആക്കും. എവിടെയാ എന്നിട്ട് പരിപാടി? ബോംബെന്ന് ഇറങ്ങണില്ല, അമേരിക്കൻ ചോപ്സി ആണോ? അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണോ പറഞ്ഞേ? എന്നിട്ട് പറഞ്ഞ മിണ്ടിലൈമ ഇറങ്ങൂല്ലേ? അത് കഴിഞ്ഞങ്ങോട്ട് ഇറക്കണം. പ്രശ്നമില്ലേ? സുഖമില്ലാവില്ല. ഓക്കെ. ചേട്ടന് അമേരിക്കൻ ചോപ്സി ഇഷ്ടമായോ? നന്നായിട്ടില്ലേ? ഡ്രാഗൺ ചിക്കൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു അല്ലേ? അടിപൊളി ഫേമസ് ഹോട്ടലല്ലേ മീൻ പാലസ്. വർഷങ്ങളുടെ പാരമ്പര്യം മീൻ പാലസ്. ആദ്യമായിട്ട് ടീ കടയിൽ എന്നാ വന്നത്? ടീ കടയിൽ ആദ്യമായിട്ട് ആരാ ടീ കടയിലേക്ക്? ആരാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്? ഫസ്റ്റ് ആശ്വാസമായി. അപ്പോൾ കുടിച്ചിട്ട് വീട്ടിൽ പോയിട്ടാ. അജിനി പ്രിസർവ് ഫാമിലി ലവ് സൈനിങ് ഓഫ്. ബൈ ബൈ.